ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സിന, വ്യഭിചാരം. സുന്ദരമായ പരിശുദ്ധ മതം ശക്തമായി എതിർത്ത തിന്മയാണ് വ്യഭിചാരം എന്നത്. ബലാത്സംഗം മാത്രമല്ല, വ്യഭിചാരം എന്നത്. അതായത് സ്വന്തം ഭാര്യയല്ലാത്ത അല്ലെങ്കിൽ നീ അടിമകളുടെ കാലത്ത് സ്വന്തം അടിമ സ്ത്രീയെ സയ്യിദിന് മാത്രം, ആ മിൽക്കുൽ യമീൻ എന്ന ആ കരാർ മുഖേന സയ്യിദിന് മാത്രം സ്വന്തം അടിമ സ്ത്രീകളെ ബന്ധപ്പെടാം. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയാവണം. അല്ലാതെ അന്യ സ്ത്രീയെയോ ഭാര്യയല്ലാത്തവരെ ബന്ധപ്പെടുന്നത് വ്യഭിചാരമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. കടുത്ത തിന്മയാണ് വ്യഭിചാരം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ധാരാളം വിഷയങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ തിന്മ ഏതാണ് നബിയെ? അവിടെന്ന് പറഞ്ഞു, അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, ലോകത്തെയും നിന്നെയൊക്കെ സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. ആ സൃഷ്ടാവിനോട് നീ സമന്മാരെ ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട കാര്യത്തിൽ നീ മറ്റൊരു സമനെയും ആരാധിക്കുകയാണെങ്കിൽ, നീ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, അവന്റെ കൂടെ മറ്റൊരു പങ്കാളിയെ ചേർത്തുകയാണെങ്കിൽ അതൊരിക്കലും പാടില്ല. മറിച്ച് ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ മാത്രമേ നീ ആരാധിക്കാൻ പാടുള്ളൂ. ഏറ്റവും വലിയ തിന്മ ബഹുദൈവ വിശ്വാസമാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു, അത് വലിയ തിന്മ തന്നെയാണ് നബിയെ. അടുത്തതെന്താണ് നബിയെ? അതിന് ശേഷമുള്ള തിന്മ എന്താണ് നബിയെ? അവിടെന്ന് പറഞ്ഞു, തഖ്തല വലദക മഖാഫത അയതഅമ മഅക, നിന്റെ മക്കൾ നിന്നോടുകൂടെ ഭക്ഷിക്കുമെന്ന് കരുതിയിട്ട് ആ മക്കളെ നീ കൊന്നുകളയുക. ചിലരൊക്കെ വയറ്റിൻ്റെ ഉള്ളിന്ന് സ്വന്തം മക്കളെ കൊല്ലുന്നവരുണ്ട്. എന്ന് പറഞ്ഞാല് കുട്ടി പെൺകുട്ടിയാണെങ്കിൽ, കുട്ടി മറ്റേതാണെങ്കിൽ കൊന്നുകളയാം. വയറ്റിലായാലും ജീവിച്ചിരുന്ന സമയത്തായാലും മക്കൾ നിന്റെ കൂടെ ഭക്ഷിക്കുമെന്ന് കരുതിയിട്ട് നീ ദാരിദ്ര്യത്തെ ഭയന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള പ്രയാസം ഭയന്നതിന് വേണ്ടി മക്കളെ നീ കൊന്നുകളയുക എന്നത് രണ്ടാമത്തെ തിന്മയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. സ്വഹാബ ചോദിച്ചു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ ഏതാണ് നബിയെ? അവിടെന്ന് പറഞ്ഞു, തുസാനി ഹലീലത ജാരിക്, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ സിന ചെയ്യലാണ്, വ്യഭിചരിക്കലാണ്. നിന്റെ അയൽവാസിയുടെ ഭാര്യയെ, അവർ രണ്ടാളും തമ്മിൽ ഒത്തുകൊണ്ടാണെങ്കിലും ഒക്കാതെയാണെങ്കിലും, ബലാത്സംഗം മാത്രമല്ല, ഒത്തുകൊണ്ടാണെങ്കിലും ഒക്കാതെയാണെങ്കിലും നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കൽ, അത് മൂന്നാമത്തെ കടുത്ത തിന്മയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, വ്യഭിചരിക്കുന്നവൻ വിചാരത്തിൽ ഏർപ്പെടുകയില്ല, ഈമാനുള്ളവനല്ല, അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടവനാണ്. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, ശരിയായ ഈമാനും വിശ്വാസവും ഉള്ളവനായിട്ട് ഒരാൾക്കും കളവ് നടത്താൻ സാധ്യമല്ല. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ, ഈമാനുള്ളവരായ നിലക്ക് ഒരിക്കലും അവൻക്ക് മദ്യപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നവന്റെ പിരടിയിൽ നിന്നോ ഈമാനിന്റെ കെട്ടുകയറ് നീങ്ങിയവനാണ്, ഊരിയവനാണ്. തൗബ ചെയ്ത് മടങ്ങിയാൽ മാത്രമേ അള്ളാഹു അവനിൽ നിന്നും അത്തരം കാര്യങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം തിന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ആരെങ്കിലും അറിയാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട് ഇനിയും ധാരാളം വചനങ്ങളുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.